സ്വന്തം ഹൃദയത്തിൽ കാരുണ്യം ഇല്ലാതെയായാൽ പിന്നെ റബ്ബിന്റെ കാരുണ്യം ലഭിക്കുമോ? ഒരിക്കലുമില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു അഹ്ലൽ അർളി യർഹമുഹും മൻ ഫിസ് സമാഅ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, കരുണ ഉള്ളവർക്ക് മാത്രമേ അള്ളാഹു കരുണ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് യർഹമു അഹ്ലൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവർ കരുണ ചെയ്യുക. യർഹമുകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് അബൂദാവൂദ് നിവേദിക്കുന്ന ഹദീസിൽ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 കരുണയുടെ 10ആണ്, കാരുണ്യത്തിന്റെ 10ആണ്. ആ 10ൽ അല്ലാഹുവിനോട് നമ്മൾ അല്ലാഹുവേ, കരുണ കടാക്ഷങ്ങൾ ചെയ്യുന്നവനെ വെച്ച് ഏറ്റവും കരുണ കടാക്ഷം നൽകുന്നവനെ, എനിക്ക് നീ നിന്റെ കാരുണ്യത്തിന്റെ നിറകുംഭം ചൊരിഞ്ഞു നൽകണേ അല്ലാ എന്ന് നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു. ഹൃദയത്തിൽ തട്ടുന്നുണ്ടോ? ഇല്ല. കൈ ഉയരുന്നുണ്ടോ? ഇല്ല. അവനിങ്ങനെ ദുആ ചെയ്യുന്നു, ഇമാം അങ്ങനെ പറയുന്നു, അതുപോലെ അവനും പള്ളിപുള്ളി തെറ്റാതെ പറയുന്നു, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അത് ഹൃദയം തട്ടിക്കൊണ്ട് പറയുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു കരുണ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ യഥാർത്ഥ കരുണയുള്ളവരാവാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ഇൻ കുൻത ലാ തർഹമിൽ മിസ്കീന ഇൻ അദിമ വലൽ ഫഖീറ ഇദാ യശ്കൂ ലകൽ അദമ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫകൈഫ തർജു മിന റഹ്മാനി റഹ്മതഹു വഇന്നമാ യർഹമു റഹ്മാനു മൻ റഹിമാ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഇൻ കുൻത ലാ തർഹമിൽ മിസ്കീന ഇൻ അദിമ. ഒരു കവി പാടുകയാണ്, പാവപ്പെട്ട അഗതികൾക്ക് നീ കരുണ ചെയ്യുന്നില്ല എങ്കിൽ, ഇൻ അദിമ, ഒന്നുമില്ലാത്തവനായ പാവപ്പെട്ട മിസ്കീനായ അഗതിയായ ഒരു മനുഷ്യനോട് നീ കരുണ ചെയ്യുന്നില്ല എങ്കിൽ, വലൽ ഫഖീറ, പരമദരിദ്രനോടും, ഇദാ യശ്കൂ ലകൽ അദമ, അവന്റെ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് നിങ്ങളടുത്തേക്ക് വന്ന ഫഖീറിനോടും നീ കരുണ ചെയ്യുന്നില്ല എങ്കിൽ, ഫകൈഫ തർജു മിനർ റഹ്മാനി റഹ്മതുഹു, റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് അവന്റെ കാരുണ്യത്തെ നീ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? വഇന്നമാ യർഹമുർ റഹ്മാനു മൻ റഹിമാ, കാരുണ്യവാനായ റഹ്മാൻ ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ കരുണ ചെയ്യുന്ന അല്ലാഹു കരുണ കൊടുക്കുന്നവർക്കേ കരുണ ചെയ്യുകയുള്ളൂ എന്ന് ഈ കവി പാടുകയാണ്. അല്ലാഹുവിന്റെ കരുണ കടാക്ഷമില്ലാതെ ഈ ലോകത്ത് ഒരു നിമിഷം മുന്നോട്ട് പോകാനാവില്ല. മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാനും ഖബറിൽ ഉത്തരം പറയാനും നന്മതിന്മകൾ തൂക്കുമ്പോൾ നന്മക്ക് ആധിക്യം ലഭിക്കാനും തിന്മകൾ വായിക്കാൻ വേണ്ടി വരുമ്പോൾ അത് മറക്കപ്പെടാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകത്തിൽ പെട്ടുപോയാൽ പിന്നെ അവിടെ നിന്നും മോചനം ലഭിക്കാനും ഒക്കെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ കാരുണ്യമാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കാരുണ്യം. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ഒരു മാതാവിന് തന്റെ മക്കളോടുള്ള കാരുണ്യത്തെക്കാൾ കാരുണ്യം അല്ലാഹുവിനുണ്ട്. ഇല്ലേ? ഈ 24-കാരൻ ആ ഉമ്മയെ അടിച്ച് അവശനാക്കി ബോധം തെളിഞ്ഞപ്പോൾ, ഞാൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ് എന്ന് ഉമ്മ പറഞ്ഞില്ലേ? അതാണ് ഉമ്മയുടെ കാരുണ്യം. അതിനേക്കാൾ 70 മടങ്ങ് കാരുണ്യം അല്ലാഹുവിന് നമ്മോടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു മാതാവിന്റെ കാരുണ്യമാണത്.
കഴുത്തിനിരിക്ക് നിലത്തടിച്ച് ചോര വീഴ്ത്തി മരിച്ചു എന്ന് കരുതി പൂട്ടിയിട്ട് പോയ മകൻ പിന്നെ തിരിച്ചു വന്ന് ഇറക്കം കേട്ടപ്പോൾ വീണ്ടും തലക്കടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ടും മരിക്കാത്ത ആ ഉമ്മാക്ക് ബോധം വന്നപ്പോ തന്റെ മകനോടുള്ള കരുണ കാരണം അവനെ രക്ഷിക്കാൻ പറഞ്ഞത് കട്ടിൽ നിന്നും വീണ് തലക്ക് പരിക്ക് പറ്റിയതാണെന്നാണ്. ഇങ്ങനെയുള്ള മാതാപിതാക്കളെക്കാൾ തീവ്രമായ കരുണയാണ് അള്ളാഹുവിന് തന്റെ അടിമയോട് ഉള്ളത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേൽ പുള്ളികളെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ ആ പുള്ളികളിൽ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തെ ആ പെണ്ണിന്റെ മക്കളെങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് വലത്ത സ്വമീയം ആ പുള്ളികളുടെ കൂട്ടത്തില് ഒരു കുട്ടിയെ കണ്ടപ്പോൾ, അതായത് ആ സ്ത്രീയുടെ മകനെ കണ്ടപ്പോൾ ആ കുട്ടിയെ എടുക്കുകയാണ്. അതേ നെഞ്ചോട് ചേർത്ത് മാറോട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ടോ ആ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്. فقال رسول الله صلى الله عليه وسلم ആ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തറൗനാഹിൽ മർഅത, ഈ പെണ്ണെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? തോരിഹത വലദിഹാ ഫിന്നാർ, ഈ പെണ്ണ് ഈ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബ കുല്ല, നിങ്ങൾ പറഞ്ഞില്ല. ഇല്ല വല്ലാഹി ഫഖാല അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, അവളുടെ കുട്ടിയോട് കാണിക്കുന്ന കരുണയേക്കാൾ ഏറ്റവും വലിയ കരുണ തന്റെ അടിമകളോട് അല്ലാഹു കാണിക്കുന്നുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിന്റെ രാത്രികൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കരുണ നമ്മളിലും കുടുംബത്തിലും നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. കും ഫിദ്ദുജാ വതുൽ കിതാബ വലൻ തനം ഇല്ലാ കനൗമതി ഹായിറും വലഹാനൂ. അതുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചോ, വത്തുൽ കിതാബ ഖുർആൻ നല്ലോണം പാരായണം ചെയ്തോ. വലം തനം ഇല്ലാ കനൗമതി ഹായിറും വലഹാനൂ, പരിഭ്രമിക്കുന്ന ആള് ഉറങ്ങുന്നത് പോലെ ഗാഢമായ ഉറക്കം ഉറങ്ങല്ല. പെട്ടെന്നെങ്ങാനും മരണം നിന്നെ പിടികൂടിയാലോ, അതേ നിന്റെ വിരിപ്പിൽ നിന്ന് പട്ടുമെത്തയിൽ നിന്ന് കഫലിലേക്ക് കൊണ്ടുപോകപ്പെടും കേട്ടോ. അതുകൊണ്ട് രാത്രിയുടെ സമയങ്ങളില് നിന്റെ രണ്ട് കണ്ണുകളും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ രണ്ട് കണ്ണുകളും അതേ അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളാക്കണേ. ഫല്ലാഹു യൻസിലു കുല്ല ആഖിരി ലൈലതി ലിസമാഇ ദുനിയാ ബിലാ നിക്റാൻ. ആ റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങുന്നു. ലിസമാഇ ദുനിയാ, ഈ ദുനിയാവിന്റെ ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങുന്നു. ബിലാ നിക്റാൻ, വെറുപ്പില്ലാത്ത രീതിയിൽ. ഫയഖൂലു ഹൽ മിൻ സായിലിൻ ഫഉജീബഹു ഫഅനൽ ഖരീബു ഉജീബു മൻ നാദാനി. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? പതിനാനേരത്തെ എഴുന്നേറ്റിരുന്ന് കണ്ണുകൾക്ക് വലിയ സന്തോഷം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ട് കരയുന്ന
കണ്ണുകൾക്കാണ് നാളെ രക്ഷപ്പെടാൻ കഴിയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആകാശത്തേക്ക് രാത്രിയുടെ അവസാന സമയം ഇറങ്ങി വരുമ്പോ ഫഅനൽ ഖരീബു, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഫഅനൽ ഖരീബു, ഞാൻ അടുത്തു തന്നെയുണ്ട്. ഉജീബു മൻ നാദാനി, എന്നെ വിളിക്കുന്ന, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഈ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് അവിടുന്ന് പറയുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കവി പാടിത്തരുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വ ആലി. എല്ലാവരും തന്നെ എഴുന്നേറ്റ് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. يا كريم يا رحيم يا الله. أمرنا قبول شيء മാറാകട്ടെ. ചൊല്ലിയ സ്വലാത്തുകൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹദറത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവിടത്തേക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അതിൽ കാരണത്താൽ കരുണയുള്ള ഹൃദയം നമുക്ക് ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവേകബുദ്ധിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നമുക്ക് നമ്മുടെ മക്കൾക്കും സന്താനങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ മാസത്തിൽ ജീവിക്കാൻ, നോമ്പെടുക്കാൻ, അതിൽ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അത് വല്ലാത്തൊരു സൗഭാഗ്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നല്ല വിധം റമദാനെ വരവേറ്റവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധുക്കളായ നമുക്ക് ഈ മഹാഭാഗ്യം നൽകിയതിന് അല്ലാഹുവിനെ എത്ര കണ്ട് സ്തുതിച്ചാലും മതി വരില്ല. അത്രമേൽ വലിയ അനുഗ്രഹങ്ങളാണ് റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, ഒരു ഹദീസ് മാത്രം അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഖുദ്സിയായ ഹദീസിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യഖൂലുല്ലാഹു അസ്സ വജല്ല അസ്സൗമു ലീ വഅന അജ്സി ബിഹി യദഉ ശഹവതഹു വഅക്ലഹു വശുർബഹു മിൻ അജ്ലി. ശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്, യദഉ ശഹവതഹു,
വഅക്ലഹു വശുർബഹു മിൻ അജ്ലി, അവന്റെ വികാരത്തെയും അവന്റെ തിന്നലിനെയും അവന്റെ കുടിക്കലിനെയും അന്നപാനീയങ്ങളെ ഉപേക്ഷിക്കുന്നതും മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നോമ്പ് എനിക്ക് വേണ്ടിയാണ്, ഞാൻ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ കണക്കില്ലാതെ നൽകും എന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. യുസീബു അലൈഹി ബിഗൈരി തഖ്ദീർ. എല്ലാ അമലുകളും അല്ലാഹുവിനുള്ളതാണ്. നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്, അതുപോലെ സക്കാത്ത്, ഹജ്ജ്, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. പക്ഷേ അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷെ നോമ്പിന് പറഞ്ഞു ബിഗൈരി തഖ്ദീർ, കണക്കില്ലാതെ പ്രതിഫലം നോമ്പിന് പ്രത്യേകം നൽകപ്പെടും. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അതിലെ ഓരോ ദിവസങ്ങളും നരകമോചനത്തിന്റെ ദിവസങ്ങളാകുന്നു എന്നതാണ്. ഇത് വലിയ ഭാഗ്യമാണ്, അവസരമാണ്. ലൈലത്തുൽ ഖദ്റിന്റെ ഒരു രാത്രി കൊണ്ട് അത് പരിമിതമല്ല, മറിച്ച് എല്ലാ ദിവസവും നരകത്തിൽ പ്രവേശിക്കാൻ അർഹതപ്പെട്ട മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ നരകമോചനത്തിന്റെ സമയവും സന്ദർഭവും കൂടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതാണ്. മാത്രവുമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈല. അതേ സമയം ഫിത്റിന്റെ സമയം, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തും നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിലും നരകമോചനം നടക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ ദിവസം കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ കാര്യം ആദ്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് മറപ്പിക്കപ്പെട്ടു. കാരണം ഒറ്റ രാവുകളിൽ ഏത് രാവിലാണ് എന്നറിയാതെയാണല്ലോ നമ്മൾ അതിന് അമൽ ചെയ്യുന്നത്. എന്നാൽ എല്ലാ ദിവസവുമുള്ള നരകമോചനം അത് ഇഫ്താറിന്റെ സമയത്താണ് എന്നത് കൃത്യമാണ്. അതാണ് എന്റെ പോയിന്റ്. നരകമോചനം നൽകപ്പെടുന്നുണ്ട് നോമ്പിന്റെ ദിവസങ്ങൾ എല്ലാ ദിവസവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ. നോമ്പ് തുറക്കുന്ന ആ ഇരിക്കുന്ന സമയം, ആ സമയത്ത് നരകമോചനം നൽകപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ പരിപാടി എന്താ? പടായോടില് മറ്റുള്ളവരെ കുറ്റം പറയല്, മറ്റുള്ളവരെ ദൈവത്ത് പറയാ, പരദൂഷണം പറയാ, അങ്ങനെ ഓടി നടക്കുക, ഇങ്ങോട്ട് ഓടി നടക്കുക. ഈ സമയത്താണ് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകപ്പെടുന്നത്. കൃത്യമായി എടുത്തു പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എല്ലാ ദിവസവുമുള്ള നരകമോചനം നൽകപ്പെടുന്ന ദിവസം ഇഫ്താറിന്റെ നോമ്പ് തുറക്കുന്ന ആ സമയത്താണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും അത് കിട്ടുമെങ്കിൽ അയാൾ എത്ര വലിയ ഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്നത സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ, അവൻ തീർച്ചയായും വിജയിച്ചു. മഹാഭാഗ്യമാണ് അവനിക്ക് ലഭിച്ചിട്ടുള്ളത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയയായ ഭൗതിക ജീവിതം അത് വെറും ഒരു കളിതമാശയല്ലാതെ മറ്റൊന്നും തന്നെയല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ആയ ഇംറാൻ 185 ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ഈ മഹാഭാഗ്യങ്ങളെല്ലാം ഓശാരമായി തന്ന അല്ലാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുണ്യമായ ഈ റമദാൻ മാസം ശരിയായ വിധം സ്വീകരിക്കണമെന്നതാണ്. ശരിയായ വിധം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമുക്കൊരു റമദാനും കൂടി തന്നത്. അതെ,
പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ജീവിച്ചിരിക്കാനുള്ള ആയുസ്, ദീർഘായുസ് അള്ളാഹു നമുക്ക് തന്നു. നമ്മുടെ കൂടെ പഠിച്ച ജീവിച്ച എത്രയോ പേര് ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. നാം അള്ളാഹുവിന് നന്ദിയുള്ളവരാവണം. നന്ദികേട് ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ ആയത്തിൽ കാണാം. ഇദ് തഅസ്സന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും. നിങ്ങൾ നന്ദികേടാണോ കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠോരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് നോമ്പെടുത്ത എത്ര സ്വഹാബാക്കൾ, ചിലർ യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് വീണു. മഹാനായിരിക്കുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 90-ലധികം വെട്ടേറ്റു. മുഅ്തദ് യുദ്ധത്തിൽ 90-ലധികം വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ പതാക നിലത്ത് വീഴാതിരിക്കാൻ വലത് കൈയിലുള്ള പതാക ഇടതിലേക്ക് മാറ്റി അവിടുന്ന് അതും പിടിച്ച് തോളിന് വെട്ടു. ആ തോളിൽ നിന്ന് വെട്ടിയപ്പോൾ കാലിലേക്ക് മാറ്റി. അങ്ങനെ ശരീരം മുഴുവനും വെട്ടേറ്റ് മരണപ്പെട്ട 99-ൽ-അധികം മുറിവുകളുള്ള മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം സുന്നത്ത് നോമ്പുകാരനായിരുന്നു. സ്വഹാബാക്കളിൽ ചിലർ യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് വീണ സമയത്ത് അവർക്ക് കുടിവെള്ളവുമായി ഓടിയെത്തിയ സഹായം യോദ്ധാക്കൾ, അവർ കൂടെയുള്ളവർ എന്ത് ചെയ്തു? പട്ടണം കൊണ്ടുവന്നപ്പോൾ അവർ എന്താ പറഞ്ഞത്? ഉറൂബാവട്ടെ, അസ്തമനമാവട്ടെ, നദിരിവാവട്ടെ, വാങ്ങി കൊടുക്കട്ടെ എന്നിട്ട് നോമ്പ്